നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ചേർന്ന് ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ മാനസികമായി വിഭ്രാന്തി നേരിടുന്നവർക്കും വേണ്ടി നടത്തുന്ന ഒരു പദ്ധതിയാണ് സാമാജിക് അധികാരിത ശിവർ. ഇതിലൂടെ 10,000 രൂപ കിറ്റിലൂടെ സഹായം ലഭിക്കുന്നതാണ്. ഇന്ന് കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന ഈ പരിപാടി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ചേർന്ന് നിർധനരായ, വികലാംഗരായ, മെൻ്റലി റിട്ടാർഡായിട്ടുള്ള, മാനസികമായി സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ മാനസികമായി പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 35 വയസ്സ് വരെയുള്ളവരെ പരിഗണിക്കുന്ന ഒരു പരിപാടിയാണിത്. ഏകദേശം 10,000 രൂപയോളം സഹായമായി കിട്ടുന്ന അല്ലെങ്കിൽ കിറ്റുകളിലൂടെ സഹായമായി കിട്ടുന്ന ഒരു കിറ്റ്, വിലപിടിപ്പുള്ള ഒരു കിറ്റ് അത്തരം ആൾക്കാരെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഭരണ സംവിധാനങ്ങളോടുകൂടി അവരിൽ കൂടി നമ്മുടെ ആശാവർക്കർമാർ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഇത് പ്രചരിപ്പിച്ച് വേണ്ടവണ്ണം ഈ കൈകളിൽ എത്തിക്കുന്നത്, ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തിക്കുന്നത്. നമുക്കറിയാം, പൾസ് പോളിയോ റോട്ടറി ആണ് അതിനുവേണ്ടി ലോകമെമ്പാടും മരുന്ന് കൊടുക്കുകയും യുനെസ്കോയുമായി ചേർന്നിട്ട് സകല ചെലവും വഹിച്ച് നടത്തുന്ന റോട്ടറിയാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്നതും നടത്തുന്നതും അതാത് സംസ്ഥാനങ്ങളും അതാത് മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് ഏരിയയിലുമാണ്. അവരാണ്, ആ ഭരണാധികാരികളാണ് അത് ജനങ്ങളിൽ എത്തിക്കുന്നത്. അതേപോലുള്ള ഒരു സ്കീമാണിത്. അതിനെപ്പറ്റി കൂടുതൽ പറയാനായി ഇതിൻ്റെ സ്റ്റേറ്റ് ചെയർമാൻ ശ്രീമാൻ ജേക്കബ് അവറുകളെ ക്ഷണിക്കുകയാണ്. വളരെ പെട്ടെന്നായിരുന്നു ഞാനൊരു ക്യാമ്പ് കൊട്ടാരക്കര വെച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ജില്ലയിലെ മുഴുവൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കും ഈ രീതിയിലുള്ള കിറ്റ് കൊടുക്കുന്നതിനുള്ള TLM കിറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു നടപടി കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്നു. TLM കിറ്റ് തുടങ്ങിയിട്ട് ഒരു വർഷമേ ആവുന്നുള്ളൂ. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് അവരുടെ സഹസ്ഥാപനമായ അലിംകോ വഴി നിർമ്മിക്കുന്ന, വളരെ ശാസ്ത്രീയമായി ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള സാമഗ്രികൾ ഉൾപ്പെടുന്നതാണ് ഈ കിറ്റ്. 4 തരം കിറ്റുണ്ട്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമായ കിറ്റ്, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ കിറ്റ്, 6 മുതൽ 12 വരെയുള്ളവർക്ക് അവർക്ക് ആവശ്യമായ കിറ്റ്, 12 മുകളിലുള്ളവർക്ക് 4ാമത്തെ കിറ്റ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ചിലതിനകത്ത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയാണ്. ഓരോ കിറ്റും 10,000 രൂപയ്ക്ക് മുകളിൽ വില വരും. ഇത് നാഷണൽ ട്രസ്റ്റിൻ്റെ ഒരു പ്രോജക്റ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് കൊല്ലത്ത് ശാസ്താംകോട്ട മനോവികാസിലുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഈ കിറ്റ് തന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കിറ്റിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത്. തുടർന്ന് ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ നിർദ്ദേശാനുസരണം ജില്ലാ കളക്ടർ അപേക്ഷ കൊടുത്താൽ ഇത് പരിഗണിക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ജില്ലാ കളക്ടർ അഫ്സാന മാഡത്തിനടുത്ത് ഈ കാര്യം പറയുകയും അഫ്സാന മാഡം ഇത് നേരിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കത്ത് കൊടുത്തു. അവരുടെ സാങ്ഷൻ കിട്ടി. അപ്പോഴത്തേക്ക് മാഡം പോയി, പുതിയ കളക്ടർ വന്നു. പുതിയ കളക്ടർ അത് നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി തദ്ദേശ സ്വയംഭരണം, വനിതാ ശിശുവികസനം, കുടുംബശ്രീ, SSK എന്നിവയുടെ സഹകരണത്തോടു കൂടിയിട്ട് ഈ പദ്ധതി ജില്ലയിൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും 11 ബ്ലോക്ക് പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ, ഇത്രയും സ്ഥലത്തായിട്ട് 16 ക്യാമ്പുകളാണ് ഇന്നലെ തുടങ്ങിയത്. ഇന്നലെ 2 ക്യാമ്പ് കഴിഞ്ഞു. ഇന്നലത്തെ ചാത്തന്നൂർ ക്യാമ്പിൽ 270ഓളം അപേക്ഷകൾ വന്നു. പാരിപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് കുറവായിരുന്നു. അത്യാവശ്യം ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ, അത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. കേൾവിയില്ലാത്തവർക്ക് ഹിയറിംഗ് എയ്ഡ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വീൽ ചെയർസ്, CP ചെയർസ്, ആർട്ടിഫിഷ്യൽ ലിംബ്, ക്രച്ചസ്, വാക്ക് തുടങ്ങിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും. അത് എപ്പോൾ കോടി രൂപയുടെ സാധനം വേണേലും അവർ തരാൻ തയ്യാറായിട്ടുണ്ട്. അതിനുള്ള കത്ത് ഞാൻ ഇന്നിപ്പം വിവിധമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ ബഹുമാനപ്പെട്ട MLAയുടെ കയ്യിൽ നിന്ന്, നമ്മുടെ മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കത്ത് മേടിച്ച് തന്നാൽ അതും കൂടി ഈ മാസം 31 മുമ്പ് തന്നെ നമ്മുടെ ഇവിടെ സംഘടിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ ശിവകുമാർ സാറുമായിട്ടൊക്കെ ചേർന്നിട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നടന്നൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ സംഭവം നടക്കുന്നവരെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ല. വസ്തുതയായി പറയണം. ഇങ്ങനത്തെ കത്ത് കളക്ടർ ഇവിടെ അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കത്ത് മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടില്ല. കത്തിൻ്റെ കോപ്പി ഇപ്പം കിട്ടി. നേരത്തെ ഇങ്ങനെ സംഭവം 30-ാം തീയതി ഉണ്ട് എന്ന് റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹി ശിവകുമാരേട്ടൻ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചത് മെഡിക്കൽ ക്യാമ്പാണ്. നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഒന്നല്ലോ. അതാണെന്ന് പിന്നീട് പരിപാടി എന്ന് പറഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരത്താണ് ഈ പരിപാടിയുടെ വിശദമായ ഒരു സൂചന ലഭിച്ചത്. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്കാരുടെ അറിയിപ്പോ മറ്റു കാര്യങ്ങളോ വേണ്ട സൗകര്യം എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എല്ലാവരെയും അറിയിച്ചിട്ടില്ല. എന്തായാലും ഇതിൻ്റെ സംരംഭത്തിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കൊട്ടാരക്കര നഗരസഭയുടെ ഒരു ക്യാമ്പ് കൂടെ നടത്തിയത്. എല്ലാ വർഷവും അവരുടെ വാർഡ് സഭ കൂടെ ചേരും. ഈ പദ്ധതിയിൽ, വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക്, മാനസിക വൈകല്യമടക്കമുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും ആ വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു വാർഡ് സഭ എല്ലാ വർഷം നടത്താറുണ്ട്. അത് കഴിഞ്ഞ 24-ാം തീയതി നടന്നു. അന്ന് ഈ പറഞ്ഞ നിലയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. കൊട്ടാരക്കര നഗരസഭയിൽ പറഞ്ഞ ഭിന്നശേഷിക്കാർക്ക് ആവശ്യ ഉപകരണങ്ങൾ നൽകുന്നതിനാവശ്യ ക്യാമ്പ് നടത്തിയത്. അന്ന് ആകെ വന്നത് 17 പേര്. വന്നതല്ല, ഈ ആവശ്യക്കാർ അന്ന് 150 പേര് വന്നിരുന്നു. പക്ഷേ ഈ പറയപ്പെട്ട ഉപകരണങ്ങൾ ആവശ്യമുള്ളത് 17 പേർക്ക് കണ്ട ആവശ്യമുണ്ട്. ബാക്കി ആർക്കും ഇത് വീൽ ചെയർ ഉണ്ടായിരുന്നു ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെ പറഞ്ഞതുപോലെ മറ്റു ഉപകരണങ്ങൾ കൂടിയുണ്ട്. അന്ന് ENT ഡോക്ടറും അതുപോലെ പിന്നെ ഒന്നൊരു സ്പെഷ്യാലിറ്റി ഓർത്തുമായിരുന്നു. 2 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പരിശോധിച്ച് അവർക്ക് ആവശ്യ ഉപകരണങ്ങൾ ശുപാർശ മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്ന് അവർക്ക് ഈ മാസം വരുന്ന മാസം അവർക്ക് ആവശ്യ ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ വേണ്ടി തീരുമാനിച്ചു. റോട്ടറി ക്ലബ്ബോട് സഹകരിച്ചാൽ നമുക്കത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. തൽക്കാലം നമുക്ക് സ്വന്തമായി അനാവശ്യമായ ആസ്ഥാനം ഇല്ലെങ്കിൽ പോലും വാടകയ്ക്കൊരു ബിൽഡിംഗൊക്കെ എടുത്താൽ അത്യാവശ്യം അവരെ സഹായിക്കാൻ ആവശ്യമായ ഒരു ആളുടെയൊക്കെ നിയമിച്ച് നടത്താൻ വേണ്ടി കഴിയും. അതിന് മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഹിതം മുനിസിപ്പാലിറ്റി വെക്കാൻ വേണ്ടി കഴിയും. അത് ബാക്കി റോട്ടറി ക്ലബ്ബ് പോലെ റോട്ടറി ക്ലബ്ബ് അക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതുകൂടി ചെയ്തുകൊണ്ട് ചെയ്യാം. എന്തായാലും നമുക്കിപ്പോൾ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും മാനസികമായ പ്രശ്നമുള്ളവരുണ്ട്. അവരുടെ നില ഏറ്റവും പരിതാപകരമാണ്. അത് അവരെ പിന്നെ വളർത്തുന്ന അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ അവരെ നോക്കുന്ന അച്ഛനമ്മമാർക്കെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് ഒരു എൻഗേജ്മെന്റ്, അതായത് പിന്നെ അവർക്ക് അവരുമായി ബന്ധപ്പെട്ടുള്ള പഠന സൗകര്യം കൊടുക്കുന്നതിനും അതുപോലെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് ആവശ്യമായ കിറ്റാബ് 10,000 കിറ്റാബ് കൊടുക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ സംരംഭങ്ങൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജില്ലാടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് നമുക്ക് നടത്തി ഒന്നുകൂടി നമുക്ക് അവരെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിനെല്ലാം കൊട്ടാരക്കര നഗരസഭയുടെ എല്ലാവിധമായ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി എല്ലാവരുടെയും അനുഭവത്തോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും.